ഡോക്ടർ, ഈയിടെയായി മമ്മയുടെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. ചെക്കപ്പിന് വരാനിരിക്കുക ഞാൻ. ശേഖർ, മമ്മയുടെ കൈവിറയൽ അത്ര നിസ്സാരമായി കാണേണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? ഒരുപക്ഷെ ഇത് പാർക്കിൻസൺ ഡിസീസിന്റെ ലക്ഷണമാവാം. അതെന്ത് രോഗമാണ് ഡോക്ടർ? തലച്ചോറിന്റെ കോശങ്ങൾ ചുരുങ്ങിപ്പോകുമ്പോൾ തലച്ചോറിലെ ചില രാസപദാർത്ഥങ്ങൾ നഷ്ടമാവും. അപ്പോഴുണ്ടാവുന്ന രോഗമാണ് പാർക്കിൻസൺ. നോർമലി 60 വയസ്സിന് ശേഷം ഉണ്ടാവുന്ന രോഗമാണിത്. വെറുതെ ഇരിക്കുമ്പോൾ കൈകളും കാലുകളും വിറയ്ക്കുക, കൂടാതെ ചെയ്യുന്ന ജോലികളിൽ വേഗത കുറയുക തുടങ്ങിയവ ഈ രോഗത്തിന്റെ ഭാഗമാണ്. രോഗിയുടെ സന്ധികൾ ദൃഢമാവുകയും അയവ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ജോയിന്റുകൾക്ക് വേദനയുണ്ടാവും. ഇക്കാരണത്താൽ എല്ലാ പ്രവൃത്തികൾക്കും വേഗത കുറയും. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ? കാലക്രമേണ രോഗം കൂടും. അതോടൊപ്പം പുതിയ പ്രശ്നങ്ങളും ഉണ്ടാവും. വീഴാനുള്ള സാധ്യത കൂടും, അതായത് ബാലൻസ് നഷ്ടപ്പെടും. ക്രമേണ മറവിയുടെ പ്രശ്നം വരും. ഇതിന് ചികിത്സയൊന്നുമില്ലേ ഡോക്ടർ? തുടക്ക സമയത്ത് ചികിത്സിക്കാനുള്ള കുറെ മരുന്നുകൾ ലഭ്യമാണ്. ജോയിന്റുകളുടെ ദൃഢത കുറയ്ക്കാനും രോഗിയുടെ വേഗത ഇംപ്രൂവ് ചെയ്യാനും ഈ മരുന്നുകൾ സഹായിക്കും. കുറെ വർഷങ്ങൾക്ക് ശേഷം മരുന്നുകൾ അത്ര ഫലപ്രദമല്ലാതാവുകയും രോഗി പൂർണ്ണമായും കിടപ്പിലാവുന്ന അവസ്ഥയും വരാറുണ്ട്. രോഗത്തിന്റെ ഒരവസ്ഥയിൽ ഒരു സർജറി കുറച്ച് ഫലപ്രദമാണ്. 2 ഇലക്ട്രോഡുകൾ തലച്ചോറിൽ ഘടിപ്പിച്ച് പുറത്തുനിന്ന് പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയും. ഈ സർജറി കഴിഞ്ഞ രോഗം ഭേദാവോ? ഈ സർജറിയും രോഗം തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല, മറിച്ച് കുറച്ചു വർഷത്തേക്ക് രോഗിക്ക് സുഖപ്രദമായി പോകാൻ മാത്രമേ സഹായിക്കൂ. എന്നാൽ മമ്മയെ ഉടൻ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. ശരിയാണ്. ഏത് രോഗവും തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുന്നതാണ് നല്ലത്.